നാടകം ആരംഭിക്കുകയാണ്. ചെസ് നമ്പർ 2, പച്ച വീട്ടിൽ പ്രശ്നേഷ്. അങ്ങനെ പച്ച വീട്ടിൽ പ്രശ്നേഷ് അവൻ്റെ സ്വന്തം കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് 2 വാക്ക് ശ്രവിക്കാം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയൊക്കെ ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി. സ്വന്തം അനിയത്തിയെക്കുറിച്ച് ഇത്രയൊക്കെ പറയുവാണെങ്കിൽ എടാ എവിടെയെങ്കിലും കെട്ടിച്ചൊക്കെ കൊടുക്കാനുള്ള പെണ്ണല്ലേടാ, ഇങ്ങനെയൊക്കെ പറയാമോ? പോട്ടെ. പണ്ട് എൻ്റെ അച്ഛനൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. സ്വന്തം തന്തയ്ക്ക് എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഉണ്ടെന്ന് പറഞ്ഞ് ബീജം കയറ്റി കൊടുത്ത, ഒന്നുമില്ലെങ്കിൽ നിന്നെ ഒരു തുള്ളി ബീജത്തിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലടാ നിന്നെ. നീ സ്വന്തം അച്ഛൻ്റെ അവിഹിതം ബീജം ഇട്ട് വീഡിയോ ഇടണമെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ മിസ്റ്റർ. പോട്ടെ, ബാക്കിയൂടെ കേൾക്കാം. അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. പക്ഷേ ഇതെല്ലാം ശരിയാണ്. സംഭവം എന്താണെന്നറിയോ, നമ്മളൊരിക്കൽ ഈ സംഭവം കണ്ടായിരുന്നു ഒരു തവണ. അപ്പോൾ ഇത് ഒരിക്കൽ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും ഏക്കൂല. ആർക്കെങ്കിലുമൊക്കെ ലക്കുള്ള ഒരു കുടുംബത്തിനെ ഇത് ഏക്കുള്ളൂ. എന്നാൽ ഇത്രയ്ക്ക് കണ്ടന്റ് ദാരിദ്ര്യം, അത് കണ്ടന്റ് ദാരിദ്ര്യമുള്ളവർക്ക് വേണ്ടി കണ്ടന്റ് കൊടുത്തതാണ്. എന്നൊക്കെ ഇരുന്നാലും പച്ച വീട്ടിൽ പ്രശ്നേഷ് അണ്ണാ, നീ സത്യം പറ, നീ നിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നിൻ്റെ അമ്മയുടെ അടുത്ത് അരി ഇടുന്ന സമയത്ത് ഡെറ്റോളിട്ട് കഴിവില്ലിടാൻ പറഞ്ഞ, അല്ലാതെ അവരിങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയില്ല. നിങ്ങളെ കൊണ്ടേ പറ്റൂ. നിങ്ങളെവിടെയോ ആണ്. പച്ച വീട്ടിൽ പ്രശ്നേഷ് അണ്ണൻ പച്ച ജാക്കറ്റ് ഒപ്പിക്കാൻ പെട്ട ഞാൻ എനിക്ക് അറിയാവൂ. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കഥ പാർട്ട് 2 കേൾക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. ഉടനെ പാർട്ട് 2 പ്രതീക്ഷിക്കുന്നു.